Welcome everyone to English for People's channel. Today you are going to study the second part of The Snake and the Mirror, a story by Vaikom Basheer. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. I looked into the mirror and smiled. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. എൻ്റെ പുഞ്ചിരി വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ മറ്റൊരു ഭൂമിയെ ആകെ പിടിച്ചു കുലുക്കുന്ന ഒരു തീരുമാനം തന്നെ കൈക്കൊണ്ടു. ഐ വുഡ് ഓൾവേസ് കീപ് ദറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ആ തീരുമാനം ഇതായിരുന്നു, ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് ആ ആകർഷണീയമായ പുഞ്ചിരി നിലനിർത്തും. എന്തിനാണ്? ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ കൂടുതൽ സുന്ദരനായി കാണാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. എന്തൊക്കെയായാലും ഞാനൊരു അവിവാഹിതനാണല്ലോ. എൻ്റെ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഇതിനൊക്കെ ഉപരിയായി ഞാനൊരു ഡോക്ടറും കൂടിയാണ്. എഗെയിൻ കെയിം ദറ്റ് നോയ്സ് ഫ്രം എബവ്. വീണ്ടും മുകളിൽ നിന്നും ആ ശബ്ദം വന്നു. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. I got up. ഞാൻ എഴുന്നേറ്റു. ലിറ്റ് എ ബീഡി. ഒരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പേസ്ഡ് അപ്പ്, വാക്ഡ്. പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉലാത്തുക എന്നൊക്കെ പറയുന്നത് പോലെ. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അപ്പോഴാണ് മറ്റൊരു മനോഹരമായ, ലവ്ലി, ബ്യൂട്ടിഫുൾ ചിന്ത എൻ്റെ മനസ്സിലുദിച്ചത്. ഐ വുഡ് മാരി. എന്തായിരുന്നു ആ ചിന്ത? ഞാൻ വിവാഹം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൺ ഡോക്ടർ. ഞാനൊരു വനിതാ ഡോക്ടറെയാണ് വിവാഹം കഴിക്കുക. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ധാരാളം പണം ഉള്ള ഒരു വനിതാ ഡോക്ടറെ വിവാഹം കഴിക്കും. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ധാരാളം പണവും നല്ല മെഡിക്കൽ പ്രാക്ടീസും ഉള്ള ഒരു വനിതയെ. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. എന്തായാലും അവൾ നല്ല തടിച്ചയായിരിക്കണം. ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അതിനൊരു വളരെ മൂല്യവത്തായ ഒരു കാരണമുണ്ട്, വളരെ വാലിഡായുള്ളൊരു കാരണമുണ്ട് അവൾ തടിച്ചയായിരിക്കണമെന്ന് പറയാൻ. ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്. എന്താ കാരണം? ഞാനെങ്ങാനും വല്ല സില്ലി ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ, അതിന് നീഡ് ടു റൺ അവേ, അങ്ങനെ തെറ്റ് വരുത്തിയതിൻ്റെ ഭാഗമായി ഓടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അവൾക്ക് എൻ്റെ പിറകെ ഓടി എന്നെ പിടിക്കാൻ കഴിയരുത്. ഇതാണ് ആ കാരണം. ഈ കാരണം കൊണ്ടാണ് ഒരു തടിച്ചിയായ വനിതാ ഡോക്ടറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would run around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. With such thoughts in my mind, ഇത്തരം ചിന്തകളും ആയിക്കൊണ്ട് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ. ഞാൻ ആ കസേരയിൽ അങ്ങനെ എൻ്റെ ഇരുത്തം തുടർന്നു. റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങി സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്തത് ഒന്നുകൂടി ആരംഭിക്കുമ്പോൾ അതിന് റെസ്യൂം, തുടരുക എന്ന് പറയും.
ആദ്യമായിട്ട് ആരംഭിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും റെസ്യൂം എന്ന് പറയാറില്ല. തുടങ്ങിയത് നിർത്തി അത് രണ്ടാമത് ആരംഭിക്കുമ്പോൾ റെസ്യൂം എന്ന് പറയും. മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ആ കസേരയിൽ ഇരുന്നു ഞാൻ. ടേബിളിന് മുൻപിലുള്ള കസേരയിൽ ഇരുന്നു. ദർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം എബവ്. മുകളിൽ നിന്നും കൂടുതൽ ശബ്ദമൊന്നും കേട്ടില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ്. പെട്ടെന്നാണ് ഭയങ്കര വിരസതയുള്ള ഒരു എന്തോ കനമുള്ളത് വീഴുന്നത് പോലെ ഉള്ളൊരു ശബ്ദം. തഡ് എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത് എന്തെങ്കിലും താഴേക്ക് വീഴുമ്പോൾ കേൾക്കുന്നത് പോലെയുള്ള ശബ്ദമാണ്. ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. റബ്ബർ ട്യൂബ് നിലത്ത് വീഴുമ്പോൾ കേൾക്കുന്നത് പോലെയുള്ള ശബ്ദമാണ് കേട്ടത്. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. തീർച്ചയായും ഒന്നും വിഷമിക്കാനില്ല. അങ്ങനെയാണ് അന്നേരം അദ്ദേഹത്തിന് തോന്നിയത്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെ എനിക്ക് തോന്നിയെങ്കിലും ഐ വുഡ് ടേൺ റൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഞാൻ ചിന്തിച്ചു, ഒന്ന് തിരിഞ്ഞു നോക്കാം. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ. ഞാൻ തിരിഞ്ഞില്ല, അപ്പോൾ തന്നെ തിരിഞ്ഞില്ല എന്ന അവസ്ഥയിൽ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. ആ നല്ല തടിയനായ ഒരു പാമ്പ് ആ കസേരയുടെ പിറകിലൂടെ ചുറ്റി ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ചുറ്റിക്കയറി എൻ്റെ തോളത്ത് വന്ന് ലാൻഡ് ചെയ്തു. ആലോചിച്ച് നോക്കുക, കസേരയുടെ പിറകിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞ് ശരീരത്തിലൂടെ കയറി തോളത്ത് വന്നിരിക്കുന്ന ഒരവസ്ഥ. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെർ സൈമൾട്ടേനിയസ്. ആ പാമ്പ് എൻ്റെ ശരീരത്തിൽ വന്ന് ഇറങ്ങിയതും എൻ്റെ തിരിഞ്ഞുള്ള നോട്ടവും ഒരേ സമയത്താണ് നടന്നത്. ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അതിനാണ് സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത്. I didn't jump. I didn't tremble. I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. I didn't jump. ഞാൻ ചാടിയില്ല. ഐ ഡിഡിൻ്റ് ട്രംബിൾ. ഞാനൊന്ന് വിറച്ചു പോലുമില്ല. ഐ ഡിഡിൻ്റ് ക്രൈ ഔട്ട്. ഞാൻ നിലവിളിച്ചതുമില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. ഇത്തരം എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള സമയം പോലും എനിക്ക് ലഭിച്ചില്ല. ദ സ്നേക്ക് സ്ലിതേർഡ് എലോങ് മൈ ഷോൾഡർ. അപ്പോഴേക്കും ഈ പാമ്പ് എന്ത് ചെയ്തു? എൻ്റെ ഷോൾഡറിലൂടെ, എൻ്റെ തോളത്തൂടെ അത് ഇഴഞ്ഞ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം. എൻ്റെ ഇടത്ത് കൈക്ക് മുകളിൽ വന്ന് ചുറ്റി. എബവ് ദ എൽബോ, അതായത് എൻ്റെ കൈമുട്ടൻ തൊട്ട് മുകളിൽ ആയിട്ട് ഇടത്തെ കൈയിൽ വന്ന് ചുറ്റി. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്. അവിടെ ചുറ്റിയിട്ട് അത് അതിൻ്റെ പത്തി വിടർത്തി നിന്നു. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. എൻ്റെ മുഖത്ത് നിന്നും അതിൻ്റെ തല കഷ്ടിച്ച് 3-4 ഇഞ്ച് അകലെ മാത്രമായിരുന്നു. അത്രയും അടുത്താണ് പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇടത് കൈത്തണ്ടയിൽ ഒരു പാമ്പ്, അതും ഉഗ്രവിഷമുള്ള ഒരു സർപ്പം പത്തി വിടർത്തി മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. It would not be correct to say merely that I sat there holding my breath. I was turned to stone. But my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. It would not be correct to say. ഇപ്രകാരം പറയുന്നത് ഒരു പക്ഷേ ശരിയാവണമെന്നില്ല. എന്താണത്? ദറ്റ് ഐ സാറ്റ് ദർ ഹോൾഡിങ് മൈ ബ്രെത്ത്. ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ ശ്വാസം പിടിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാവണമെന്നില്ല. ഐ വാസ് ടേൺ ടു സ്റ്റോൺ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാനൊരു ശിലയായി മാറി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. അങ്ങനെയെങ്കിലും എൻ്റെ മനസ്സ് നല്ല ആക്റ്റീവുമായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ആ വാതിൽ ഇരുട്ടിലേക്ക് തുറന്നു കിടക്കുകയാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിലാകെ ഇരുട്ടാണ്.
ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്, ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്, ഞാനൊരു സ്റ്റോൺ ഇമേജായിട്ട്, എന്നാൽ ഫ്ലഷിൽ തീർത്ത, മാംസത്തിൽ തീർത്ത ഒരു ശിലാ വിഗ്രഹം പോലെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. ഈ ഭാഗമെല്ലാം അദ്ദേഹം എത്രത്തോളം ഫ്രൈറ്റൻഡ് ആയിരുന്നു, എത്രത്തോളം ആ അവസ്ഥ ഭീകരമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ്. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." I felt then the great presence of the creator of this world and universe. എനിക്ക് അന്നേരം അനുഭവപ്പെട്ടു ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ, ആ ക്രിയേറ്ററിന്, സൃഷ്ടാവിൻ്റെ ഏറ്റവും മഹനീയമായ സാന്നിധ്യം. ഏത് സൃഷ്ടാവാണ്? ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്, ഈ ലോകത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ആ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം എനിക്കപ്പോൾ അനുഭവപ്പെട്ടു. ഗോഡ് വാസ് ദർ, ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്തെങ്കിലും പറയുകയും അവനത് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്താൽ. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ, ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി. ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്, നല്ല തിളക്കമാർന്ന ലിപികളാൽ, അക്ഷരങ്ങളാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ്, ഓ ഗോഡ്, എൻ്റെ ചെറിയ ഹൃദയത്തിൻ്റെ പുറം ഭാഗത്ത് ഓ ഗോഡ് എന്ന് തിളങ്ങുന്ന ലിപികളാൽ എൻ്റെ ഭാവനയിലൊന്ന് എഴുതാൻ ഞാൻ ശ്രമിച്ചു. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ദാറ്റ് സ്നേക്ക് വുഡ് നോട്ട് ലൈക്ക് ഇറ്റ് ആൻഡ് ഹി വുഡ് റിയാക്ട്, അല്ലേ? അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ദർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത്തെ കൈയിൽ വേദനയുണ്ടായിരുന്നു. എന്താണ് കാരണം? ബിക്കോസ് നൗ ദ സ്നേക്ക് ഈസ് കോയിൽഡ് അറൗണ്ട് ദ ലെഫ്റ്റ് ആം, ജസ്റ്റ് അബവ് ദ എൽബോ, അല്ലേ? കൈമുട്ടിന് മുകളിലായിട്ട് ഇടത്തെ കയ്യിലാണ് ഈ പാമ്പ് ചുറ്റിയിരിക്കുന്നത്, ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് തിക്ക് ലെഡൻ റോഡ്, ആ പാമ്പ് അവിടെ ചുറ്റിയിരുന്നത് ഇതുപോലെയായിരുന്നു. തിക്ക്, നല്ല കട്ടിയുള്ള ലെഡൻ റോഡ്, അതായത് ഈയം കൊണ്ടുണ്ടാക്കിയ ഒരു ദണ്ട് പോലെ ഉണ്ടായിരുന്നു. നോ, അല്ല, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. അങ്ങനെ ലെഡൻ റോഡ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല. എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, നല്ല ഉരുകുന്ന തീയിൽ തീർത്തിട്ടുള്ള ഒരു ദണ്ട്. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം, അത് വളരെ സാവധാനം എന്നാൽ അതിശക്തമായി എൻ്റെ കൈത്തണ്ടയെ ഉടച്ചു കളയുന്നുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ അനുഭവവേദ്യമായ വേദനയാണ് സൂചിപ്പിക്കുന്നത്. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്, എൻ്റെ കൈയുടെ സർവശക്തിയും ചോർന്നു പോകാൻ തുടങ്ങുകയാണ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ചോർന്നു പോവുക. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഡെത്ത് ലഗ്ഡ് 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. At my slightest moment, എൻ്റെ ഒരു നേരിയ ചലനത്തിൽ പോലും ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. നേരിയതായിട്ട് ഞാനൊന്ന് ചലിച്ചാൽ പോലും ആ സ്നേക്ക് ഒരു പക്ഷേ എന്നെ കടിക്കും. ഡെത്ത് ലർക്ഡ് 4 inches away. വെറും 4 ഇഞ്ച് അകലത്തിൽ മരണം തന്നെ കാത്തിരിക്കുകയാണ്. മരണം അവിടെ തങ്ങി നിൽക്കുകയാണ്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് തന്നെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ, കടിക്കുകയാണെങ്കിൽ. വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്, ഞാൻ എന്ത് മെഡിസിൻ ആയിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്? ദർ വർ നോ മെഡിസിൻസ് ഇൻ ദ റൂം, ആ റൂമിലാണെങ്കിൽ യാതൊരു ഔഷധങ്ങളും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ബട്ട് എ പുവർ, ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. പക്ഷേ ഞാൻ അന്നേരം വെറും പാവം, വിഡ്ഢിയായ ഒരു ഡോക്ടർ മാത്രമായിരുന്നു.
ഒരു വിവരമില്ലാത്തവൻ മാത്രമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ഡോക്ടറുടെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ ഇല്ലാതെ ഇരിക്കുമോ? ഐ ഫൊർഗോട്ട് മൈ ഡേഞ്ചർ. ഞാൻ എൻ്റെ സകല അപകടങ്ങളും മറന്നുപോയി. ആൻഡ് സ്മൈൽഡ് ഫീബിളി അറ്റ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ ദുർബലമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ഫീബിളി, വീക്ക്ലി, വളരെ ദുർബലമായ, ശക്തിയില്ലാത്ത. കാരണം തൻ്റെ വിഡ്ഢിത്തം ആലോചിച്ചപ്പോൾ തൻ്റെ കൈത്തണ്ടയിൽ ചുറ്റിയിരിക്കുന്ന ആ ഭീകരനായ പാമ്പിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹം മറന്നുപോയി. അറിയാതെ അദ്ദേഹം തന്നോട് തന്നെ പുഞ്ചിരിച്ചു.